നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും സുപരിചിതമായ കാര്യം തന്നെ, ചൈനയിലുള്ള സ്ട്രീറ്റ് ഫുഡുകളെ പറ്റിയാണ് കേട്ടോ. ഞങ്ങൾ ഷങ്കായി നഗരത്തിലൂടെ ഒരു പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് സംരംഭത്തെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതൊരു നല്ല വൈബുള്ളൊരു പ്ലേസ് ആയിരുന്നു. എല്ലാ വിധത്തിലുള്ള ഫുഡുകളും അവിടെ അവൈലബിൾ ആണ്. ഒരു സ്ട്രീറ്റ് ഫുഡ് മോഡലിൽ തന്നെ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ നമുക്കിരുന്ന് കഴിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പല സാധനങ്ങളുടെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. വളരെ ഗ്രില്ല് ചെയ്യുന്നതും പിന്നെ സൂപ്പുകളും പിന്നെ പിസ്സ, എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ട്. എല്ലാം ടിപ്പിക്കൽ ട്രഡീഷണൽ ചൈനീസ് വിഭവങ്ങളും ഒക്കെ. അത് കാണാനും ഒരു രസമുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പം അവിടെയുള്ള തിരക്കുകളൊക്കെ കണ്ടു. ഇതൊരു നേരത്തെ എടുത്ത വീഡിയോ ആണ്, വർക്കിംഗ് ഡേയിൽ എടുത്ത വീഡിയോ ആണ്. എന്നിട്ട് നല്ലൊരു തിരക്കാണ് അവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് എൻജോയ് ചെയ്യുകയും പലതരത്തിലുള്ള ഫുഡുകളുണ്ട് അവിടെ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വെയിറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെയുള്ള തരത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് അവിടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സാധനങ്ങൾ കാണുന്നുണ്ട്. പ്യുവർ വെജിറ്റേറിയൻസുള്ള ഫുഡുണ്ട്, പിന്നെ നോൺ വെജിറ്റേറിയനിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. സീ ഫുഡ്സും ചിക്കൻ, ബീഫ്, പോർക്ക്, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതുവരെ കാണാത്ത പല സാധനങ്ങളും അവിടെ കാണാൻ പറ്റി. ഇവിടുത്തെ പ്രത്യേകിച്ച് പറയേണ്ടത് അവിടുത്തെ ഒരു വൈബാണ്. നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് പിന്നൊക്കെ നല്ല ക്രൗഡഡും ആണെങ്കിലും എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. ചൈനീസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അവർ ഒരു കാര്യങ്ങൾ ആരെയും ശ്രദ്ധിക്കില്ല. അവരവരുടേതായ ഒരു ലോകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. പിന്നെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ കുറച്ച് ചൈനീസ് ടീയിലൊരു ഡിസ്പ്ലേസും വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അവിടെ പലതരത്തിലുള്ള ചൈനീസ് ടീസ് ഉണ്ട്, ഫ്ലേവേർഡും ഒക്കെ ആയിട്ട്. നല്ല രസമുണ്ട് അത് കാണാനും. പിന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടല്ലോ. ഞങ്ങൾ ഓൾറെഡി ഭക്ഷണങ്ങളെല്ലാം കഴിച്ചതായിരുന്നു. അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കാരണം കുറച്ച് ചൂടുള്ളൊരു സമയമായിരുന്നു. ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ദാഹം, അതനുസരിച്ചിട്ടൊരു ഐസ്ക്രീമോ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നോക്കാമെന്ന് കരുതി പതുക്കെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടോ. അപ്പോഴും കണ്ടത് ഭയങ്കര രീതിയിലുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് മിക്സ് ഫ്രൂട്ട്സും അതിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് ഒരു ജഗമൊക സാധനമാണ് വാങ്ങിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സുകൾ വെച്ച് അവർ ജ്യൂസ് അടിച്ച് തരും. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ചൈനയിൽ വരുന്നവർ എപ്പോഴും സ്ട്രീറ്റ് ഫുഡ് മിസ് ചെയ്യരുത്. ഇപ്പോൾ ഏതൊരു സിറ്റിയിലാണെങ്കിലും സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടാകും കേട്ടോ. അവിടെയുള്ള പ്രത്യേകത, നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ തൂക്കി നോക്കി അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെന്തോ നാട്ടിലുള്ള കുൽഫി പോലത്തെ ഒരു സാധനമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടൊരു ഫ്രൂട്ടിൻ്റെ ജെല്ലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിക്കുന്നൊരു രീതിയിലാണത് കാണാൻ തോന്നിയത് കേട്ടോ. പിന്നെ ജ്യൂസിൻ്റെ കൗണ്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ പല സാധനത്തിനും പേരറിയില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് കണ്ട് പോകുന്നു. കാഴ്ചകളെല്ലാം നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഇത് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കാണാൻ ആഗ്രഹമുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് പോയി എല്ലാവരെയും കാട്ടിത്തരുന്നതായിരിക്കും കേട്ടോ. ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.